ഇവിടെ ഒരുത്തൻ ജീവിതം തന്നെ വെറുത്തിട്ടാണ് ജീവിക്കുന്നത്. എന്തെന്നാൽ ഇവന്റെ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം അമ്മന്റെ മേലെ മിന്നലേറ്റ് അവിടെ തന്നെ മരണപ്പെടും. അതിൽ ഇവനെ മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഈ കാര്യം അറിഞ്ഞ ഇവന്റെ അച്ഛൻ ഇവന്റെ രൂപത്തെ കണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. നോക്കിയാൽ ഇവൻ പോയ കുറച്ച് സെക്കൻഡിനുള്ളിൽ തന്നെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആയി ഈ സീജ് തോന്നിയ പോലെയാണ് കാണിക്കുന്നത്. ഇത് കണ്ട ഡോക്ടറെ പേടിച്ചു പോകും. അതിനുശേഷം ഇവന്റെ മുത്തശ്ശനാണ് ഇവനെ എടുത്തു വളർത്തുന്നത്. ഇങ്ങനെ 20 വർഷം കഴിഞ്ഞ് നോക്കിയാൽ ഇവൻ ഇരിക്കുന്ന വീടിന്റെ മേലെ അവന്റെ മുത്തശ്ശൻ ഒരുപാട് ഇലക്ട്രിക് കമ്പി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ഇവന് താങ്ങായിരുന്ന ഇവന്റെ മുത്തശ്ശൻ മരണപ്പെടും. സോ ഇപ്പൊ ഇവന് എന്ന് പറഞ്ഞ ആരുമില്ലാതെ അനാഥയായിട്ടാണ് ആ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഇതറിഞ്ഞ പോലീസ് ഇവനെ കുറിച്ച് അന്വേഷിക്കാനായി ആ വീട്ടിനുള്ളിലേക്ക് പോകും. അപ്പോഴാണ് ഇങ്ങനെ ഒരുത്തനുള്ള കാര്യം ഈ ലോകത്തിന് തന്നെ അറിയുന്നത്. എന്തെന്നാൽ ഇവനെ കാണാൻ തന്നെ ഒരുപാട് വൈറ്റ് ആയിട്ടാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇവനെ പുറം ലോകം കാണിക്കാതെ വീട്ടിനുള്ളിൽ തന്നെ വെച്ചിട്ടാണ് വളർത്തുന്നത്. എന്നാൽ ഈ ലോകം ഇവൻ വിചാരിച്ചതുപോലെ ഇല്ലാണ്ട് ഇവൻ വെള്ളയായിരിക്കുന്നത് കണ്ട് എല്ലാവരും ഇവനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഒരു ദിവസം ഇവന്റെ കൂടെ പഠിക്കുന്ന ചെക്കന്മാർ തന്നെ ഇവന്റെ ചുറ്റും നിന്ന് ഇവനെ ഉപദ്രവിക്കാനായി തുടങ്ങും. അതിൽ ഇവന്റെ ഹാർട്ട് റേറ്റ് അധികമായി പോകും. പെട്ടെന്ന് എവിടെ നിന്നോ മിന്നൽ വന്ന് അത് ഇവനെ കളിയാക്കിയവരുടെ മേലെ തന്നെ വീഴും. അതിനുശേഷമാണ് ഇവന്റെ ഹാർട്ട് റേറ്റ് അധികമായാൽ ഇവന്റെ മേലെ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് പവർ വരുമെന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവനെ ഇങ്ങനെ ഒരു പവറുള്ള മനുഷ്യനായി ഇരിക്കാൻ ആഗ്രഹിക്കാതെ സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യനായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ.